ഗുരുവായൂർ ക്ഷേത്രനടയിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടിയ ഭാഗം കണ്ടെത്താനായില്ല. ചൊവ്വാഴ്ച രാവിലെ മുതൽ പമ്പിംഗ് നിർത്തിവെച്ച് നടത്തിയ പരിശോധനയിലാണ് പൊട്ടിയ ഭാഗം കണ്ടെത്താൻ കഴിയാതിരുന്നത്. ക്ഷേത്ര നടപ്പുരയുടെ പ്രവേശന കവാടത്തിലും ഇന്നർ റിംഗ് റോഡിന് നടുവിലുമാണ് 3 മാസത്തോളമായി പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായിരുന്നത്. ഇത് സംബന്ധിച്ച് 2 മാസത്തോളമായി വാട്ടർ അതോറിറ്റിയിൽ പരാതിപ്പെടുന്നുണ്ടെങ്കിലും നടപടിയായില്ലെന്ന് വാർഡ് കൌൺസിലർ ശോഭ ഹരിനാരായണൻ പറഞ്ഞു. വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പുകൾ 4-5 സ്ഥലത്ത് പൊട്ടിയിട്ട് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഗുരുവായൂർ MLA ചോദിക്കാനുള്ളത്, ഒരു തീർത്ഥാടന നഗരിയാണ്. ഇവിടെ കൃത്യമായിട്ട് വാട്ടർ അതോറിറ്റിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. പൈപ്പ് വെള്ളം പൊട്ടിയാൽ ആ ഓൺ ദ സ്പോട്ട് നേരെയാക്കേണ്ട ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഇല്ല. AE ട്രാൻസ്ഫർ ആയി പോയി, AXE വളണ്ടിയർ റിട്ടയർമെന്റ് എടുത്തു പോയി. ആരോട് നമ്മൾ പറയും? പമ്പിംഗ് നിർത്തിവെച്ചതോടെ ക്ഷേത്രനടയിലെ വെള്ളക്കെട്ടിന് പരിഹാരമായി. വെള്ളം കെട്ടിനിൽക്കുന്നതുമൂലം ഭക്തർ അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ച് TCV നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. നടപ്പുരയോട് ചേർന്ന ഭാഗത്ത് വാട്ടർ അതോറിറ്റി ജീവനക്കാർ ആഴത്തിൽ കുഴിയെടുത്താണ് പരിശോധന നടത്തിയത്. ഗുരുവായൂർ ടൗൺഷിപ്പ് ആയിരുന്ന കാലത്ത് സ്ഥാപിച്ച വലിയ മൺപൈപ്പ് മാത്രമാണ് കണ്ടെത്താനായത്. ഇത് എങ്ങോട്ട് കുടിവെള്ളം വിതരണം ചെയ്യുന്ന പൈപ്പാണെന്ന് തിരിച്ചറിയാനായില്ല. ക്ഷേത്രത്തിലേക്കോ ദേവസ്വത്തിന്റെ മറ്റ് സ്ഥാപനങ്ങളിലേക്കോ കുടിവെള്ളം വിതരണം ചെയ്യുന്ന പൈപ്പാണെന്നാണ് നിഗമനം. ഇത് കണ്ടെത്താനായി ദേവസ്വത്തിൽ നിന്ന് വിരമിച്ച ജീവനക്കാരെ കൊണ്ടുവന്ന് പരിശോധിച്ചെങ്കിലും കൃത്യമായ തീരുമാനത്തിലെത്താൻ സാധിച്ചില്ല. നടപ്പുരയിൽ കുഴിയെടുത്താലേ കൃത്യമായി കണ്ടെത്താൻ കഴിയൂ എന്നാണ് വാട്ടർ അതോറിറ്റി പറയുന്നത്. ഇതിന് ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററുടെ അനുമതി വേണം. ക്ഷേത്രത്തിലേക്ക് 100 കണക്കിന് ഭക്തരെത്തിച്ചേരുന്ന പ്രധാന വഴിയാണ് പടിഞ്ഞാറെ നടപ്പുര. ഇവിടെ വെട്ടിപ്പൊളിച്ചാൽ ഇതിലൂടെ ഭക്തർക്ക് ക്ഷേത്രത്തിൽ പോകാനാകില്ല. പണികൾ എത്ര ദിവസം നീളുമെന്നത് സംബന്ധിച്ച വ്യക്തതയില്ലാത്തതിനാലാണ് ദേവസ്വം അനുമതി നൽകാൻ മടിക്കുന്നത്. വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ ബുധനാഴ്ച അഡ്മിനിസ്ട്രേറ്ററുമായി ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. ചോർച്ച പരിഹരിക്കുന്നതുവരെ പമ്പിംഗ് പുനരാരംഭിക്കില്ലെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. TCV ന്യൂസ്, ഗുരുവായൂർ.